എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂരജ് എന്നാണ്. സോ എന്നോട് റീസെൻ്റ്ലി സ്പിറ്റി വാലിയിലേക്ക് രജിജിയുടെ കൂടെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് രണ്ട് പേരല്ല കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ രജിജി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇടുകയാണ്. എക്സ്പീരിയൻസ് വൈസ് ഞാൻ ഇതിന് മുന്നേയും ഹിമാചൽ പോയിട്ടുണ്ട്. ഞാനൊരു ട്രാവൽ ഫീൽഡിലായിരുന്നു. സോ എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയൊക്കെ. ബട്ട് ഈ ഒരു എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രജിജിയുടെ കൂടെയുള്ളൊരു ട്രാവലാണ്. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എനർജി ലെവൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ മണാലി എത്തി. മണാലി വലിയ ഇഷ്യൂ ഇല്ലാത്തൊരു പ്ലേസാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അറൗണ്ട് 190 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണം. 190 കിലോമീറ്ററിൽ അറൗണ്ട് 100 മേലെ കിലോമീറ്റർ ഓഫ് റോഡായിരുന്നു. ഓഫ് റോഡ് എന്ന് വെച്ചാൽ റോഡ് ഇല്ലാത്ത പ്ലേസ് ആയിരുന്നു. കുറച്ച് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ട്രാവൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഒട്ടും റോഡില്ലാത്തൊരു പ്ലേസ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്കൊക്കെ എന്താ പറയണ്ടേ, ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ആ ട്രാവൽ പ്ലാൻ ചെയ്തത് ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 2 റൂട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ മണാലി റൂട്ടിലൂടെയാണ് പോയത്. അവിടെ എത്തി, അതൊക്കെ ഞങ്ങൾ കടന്ന് അവിടെ എത്തി. 1 ഡേ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കീ മൊണാസ്ട്രി പോകേണ്ടി വന്നു. കീ മൊണാസ്ട്രി പോയി, രജിജിയുടെ കൂടെ പോയി. അപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ട ആ വീഡിയോ അവിടുന്ന് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങളും കീ മൊണാസ്ട്രീൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. കീ മൊണാസ്ട്രിയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷമുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അവിടെ അശോക ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സീക്രട്ട് കിട്ടിയിട്ടില്ല എന്ന് രജിജി പറയുകയുണ്ടായി. അപ്പോൾ എവിടെ നിന്നാണ് നെക്സ്റ്റ് ഒരു സാധാരണ നമ്മളൊരു ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണല്ലോ. ഞങ്ങളെപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രജിജിയുടെ കൂടെ പോകുമ്പോൾ എപ്പോഴും വൺ മൈൻഡഡ് ആയിരിക്കും. ഡ്യൂട്ടി ഒരു സ്ഥലത്ത് നിർത്തില്ല. ആ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു സ്ഥലത്ത് ഒരു സ്പോട്ടിലും നിർത്തില്ല. ഫസ്റ്റ് ഡ്യൂട്ടി അവിടെ പോവും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്രാവശ്യം പോലും പോയി മണാലി എത്തി നേരെ കാസയിലേക്കായിരുന്നു. കാസ ആ ഒരു റൂട്ടിൻ്റെ പ്രശ്നം, ഓക്സിജൻ ലെവൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മണാലി 8000 ഫീറ്റ് ഹൈറ്റിലാണെങ്കിൽ കാസ നിൽക്കുന്നത് 14000 ഫീറ്റ് ഹൈറ്റിലാണ്. സോ ഒരു 6000 അറൗണ്ട് 6000 കിലോമീറ്റേഴ്സ് ഫീറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഈ ഹൈറ്റ്സ്. സ്വാഭാവികമായിട്ടും മേലോട്ടേക്ക് പോകുമ്പോൾ ഓക്സിജൻ കുറയും. അപ്പോൾ കാസയുടെ പ്രത്യേകത, അവിടെ 60% ഓക്സിജൻ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് ദിവസം എടുത്തിട്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഷിംല വഴി പോയി നാർക്കണ്ട ആ ഒരു വഴിയുണ്ട്, കൽപ്പ, അങ്ങനെ പോവാം ഷിംല വഴി. അത് പക്ഷേ സ്റ്റേ ചെയ്ത് പോകണം. കുറേ ദിവസം എടുക്കും, 3 ഡേയ്സ് എടുക്കും അവിടെ എത്താൻ. പക്ഷേ ഭഗവാന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു, രേതാട്ടൻ പറഞ്ഞു ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഒറ്റ ഡേയാണ് നടുവിൽ സ്റ്റേ ചെയ്തത്, നേരെ പോകാൻ പറ്റില്ല. അവിടെ എത്തുമ്പോഴേക്കും ഇതാണ് പറഞ്ഞത്, നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ പിന്നെ നമ്മൾ 2-3 മിനിറ്റ്സ് മിണ്ടാതിരിക്കേണ്ടി വരും, ടയേർഡാവും. ഒരു ബാഗ് തുറന്നൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും കുറച്ച് നേരം. ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസാണ് കാസ, സ്പിറ്റി വാലി എന്ന് പറയുന്നത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത പ്ലേസ് ആയിരുന്നു കാസ. അവിടെ ഇതാണ് അവസ്ഥ, ഓക്സിജൻ ഭയങ്കര കുറവാണ്. പക്ഷേ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല, ഡയറക്റ്റ് അവിടേക്ക് പോയി. നേരത്തെ പറഞ്ഞ പോലെ കീ മൊണാസ്ട്രിയിലെത്തി. അവിടെയും കുറച്ച് ഹൈറ്റാണ്, കാസയിൽ നിന്ന് കുറച്ചുകൂടി മേലേക്ക് പോകാണ്ട് കീ മൊണാസ്ട്രിയിലേക്ക്. അവിടെ ചെന്നു, ഈ മെസ്സേജ് കേട്ടു. അതിനുശേഷമാണ് ഈ അൺനോൺമെൻ്റെ സീക്രട്ട് കിട്ടിയില്ല. രജിജി ആ വീഡിയോ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകണം, അങ്ങനത്തെ ഒരു ഡേ ആണ്. അപ്പോൾ ഇതിൻ്റെ നടുവിലൊരു സ്പേസിൽ ആ ഒരു മെസ്സേജ് കൂടി അദ്ദേഹത്തിന് കിട്ടാനുണ്ട്. രജിജി ആണെങ്കിൽ എപ്പോഴും ആ ഒരു ഇതിൽ ഫോക്കസ് ആയിരിക്കും, ഡ്യൂട്ടി എന്താണ് എവിടെ നിന്നാണെന്നുള്ളതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയതാണ് ഈ ഒരു ട്രാവലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ. ലാസ്റ്റ് ആകെ ഇനി ബാക്കിയുള്ള ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാങ്സ എന്ന് പറയുന്നൊരു പ്ലേസാണ്. ലാങ്സയുടെ പ്രത്യേകത, അത് പിന്നെയും ഒരു 400 ഫീറ്റ് ഹൈറ്റിലാണ് കിടക്കുന്നത്. അവിടെ ഓക്സിജൻ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ നൈറ്റ് പോകാം, ഈ മിൽക്കി വേ കാണുന്നൊരു പ്ലേസാണ്. സോ നൈറ്റ് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളൊരു അതിശയം, പെട്ടെന്ന് പ്ലാൻസ് മാറാനുള്ള ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയും, ഇവിടെ പോകണം അവിടെ പോകണം എന്ന് എങ്ങനെയെങ്കിലും പറയും. സോ ഇപ്രാവശ്യം അത് ഹോട്ടൽ മാനേജർ ആയിരുന്നു, ദിഗ്വിജയ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് പോകണ്ട, പകരം വേറൊരു സ്ഥലം പറഞ്ഞു തന്നു. അവിടെ ബുദ്ധിസ്റ്റ് പ്രതിമയുണ്ട്, വലിയൊരു സിറ്റിംഗ് ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്.
അവിടെ പോയിക്കോളൂ എന്നുള്ളൊരു പറയുകയും അപ്പോൾ ഒരു അത് അവിടെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പെട്ടെന്ന് പ്ലാൻ ചേഞ്ചായി, അവിടെ പോവാം. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു. മീൻസ് നമ്മൾ കുറച്ച് ഹാർഡ് ക്ലോത്ത്സൊക്കെ എടുത്തു, ഗ്ലൗസൊക്കെ എടുത്തു. നല്ല ഫുള്ളി തെർമലി പാക്ഡ് ആയിട്ടാണ് പോയത്. കാരണം പിന്നെയും ഹൈറ്റ് കൂടുകയല്ലേ. അവിടെ എത്തി ഉള്ള പ്രത്യേകത, അവിടെ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല, അത്രയും ഡാർക്കാണ്, ഫുള്ളി ഇരുടാണ്. ടോർച്ച്, നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു വെളിച്ചവും ഇല്ലാത്തൊരു പ്ലേസ്. അവിടെ നിന്നാണെങ്കിൽ ഒരു 500 മീറ്റേഴ്സ് താഴേക്ക് ഇറങ്ങിപ്പോകണം, വണ്ടി നിർത്തിയ പ്ലേസിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോകണം. ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഡീറ്റെയിൽ ആയി പറയാൻ കാരണം ഇതായിരുന്നു എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അതായതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത്. അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫുള്ളി ക്ലൗഡ് മൂടിയിട്ടായിരുന്നു, ഫുള്ള് മേഘങ്ങളായിരുന്നു. സോ സ്റ്റാർസൊന്നും അങ്ങനെ കാണാനില്ല. സ്റ്റാർസ് കാണാനാണ് അവിടെ പോകുന്നത്, മിൽക്കി വേ കാണാനാണ് പോകുന്നത്. അവിടെ താഴേക്ക് മെല്ലെ ഇറങ്ങി ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴത്തേക്ക് ടയേർഡായി. നോക്കുമ്പോൾ ബുദ്ധ ആകാശം നോക്കിയിരിക്കുകയാണ്, തിരിഞ്ഞിരിക്കുകയാണ്. സാധാരണ ടെമ്പിൾസിലെ പോലെ നമ്മളെ ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയല്ല, ബുദ്ധ ആകാശം നോക്കിയിരിക്കുകയാണ്. അവിടെ തന്നെയാണ് ചന്ദ്രനുള്ളത്, മൂൺ അവിടെയാണുള്ളത്. രജി അവിടെ എത്തുമ്പോഴേക്കും ഫുള്ളി കാറ്റായിരുന്നു, ഭയങ്കര വിൻഡ്. അപ്പോൾ തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരുന്നു. രജി ഓം ശരവണഭവായ നമ ചൊല്ലാൻ തുടങ്ങി, പഴനിയാണ്ടവനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ ശിവായ എല്ലാം മന്ത്രങ്ങളിങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി. അവിടെ മീൻസ് ഒരു എനർജി ഫീൽഡ് മാറാൻ തുടങ്ങി. പിന്നെയുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം ആ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എനർജി ചേഞ്ച് എല്ലാവർക്കും പെർഫെക്റ്റ്ലി അവിടെ അറിയാൻ കഴിഞ്ഞിരുന്നു. കാറ്റൊക്കെ ഭയങ്കര സ്ലോ ആയി, ക്ലൗഡൊക്കെ മാറിയിട്ട് മൂണും ആ സ്റ്റാർസൊക്കെ ഭയങ്കര വിസിബിളായി. ആ ഒരു 5 to 20 മിനിറ്റ്സ്, അറൗണ്ട് 20 മിനിറ്റ്സ് ഫുള്ളി നമുക്കായിട്ടൊരു ഓപ്പൺ ചെയ്ത് തന്ന പോലെ, കർട്ടൻ മാറ്റിയ പോലെ അത്രയും ക്ലിയറായി സ്കൈ. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് താഴെ കിടക്കണം എന്ന് പറഞ്ഞു. ഈ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ചുറ്റും കുറച്ച് സ്പേസ് ഉണ്ട്. അതിനപ്പുറം മലയുടെ താഴെയാണ്, മീൻസ് എത്ര ഫീറ്റാണെന്നൊന്നും അറിയില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അദ്ദേഹം ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. ഞാൻ യുവരാജനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചു. കാരണം നടന്ന് വന്ന് ടയേർഡാണ് എല്ലാവരും. അദ്ദേഹം നമ്മളെ മെല്ലെ പിടിച്ച് കിടത്തി. അദ്ദേഹം കിടന്നു അവിടെ, കൈയൊക്കെ രണ്ട് ഭാഗത്തേക്ക് വെച്ച് കിടന്നു. ഞങ്ങൾ ഷോളൊക്കെ പുതപ്പിച്ചു. സോ അദ്ദേഹം ഒച്ചത്തിൽ പഴനിയാണ്ടവനെ വിളിക്കാൻ തുടങ്ങി, ശരവണഭവായ ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ സൈഡിൽ നിന്ന് എൻ്റെയും ഒരു എനർജി മാറി, ശരിക്കും മൂഡൊക്കെ മാറി, എല്ലാവരും ഒരു വേറെ മൂഡിലായി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വിളിച്ച് ശരവണഭവായ നമ്മ ചൊല്ലി പഴനിയാണ്ടവനെയൊക്കെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞ് എണീക്കണം പറഞ്ഞു. എണീക്കണം പറയുമ്പോഴത്തേക്ക് ഞാനൊക്കെ ചെന്ന് എണീപ്പിക്കാൻ ചെല്ലാൻ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹം ഒറ്റക്ക് എണീച്ചു. പെട്ടെന്ന് എല്ലാവരും ഞാൻ ഇങ്ങനെ നോക്കി. പെട്ടെന്ന് കിടക്കുമ്പോൾ മീൻസ് നമ്മൾ സ്ലോലി ചെയ്തിരുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോഴത്തെ എല്ലാം മാറി എണീച്ചു. അദ്ദേഹത്തിന് അവിടുന്ന് ആ മെസ്സേജ് കിട്ടി. അദ്ദേഹം പോയിട്ട് ആ ഒരു സാഫ്രൻ കളർ ഇതുണ്ടായിരുന്നു, ഒരു കൊടി ഉണ്ടായിരുന്നു, അത് പിടിച്ചിങ്ങനെ നിന്ന് കുറച്ച് നേരം. പഴനിയാണ്ടവനൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ഒരു ചേഞ്ച്, ആൾ മാറി, പെട്ടെന്ന് ചേഞ്ച് ഉണ്ടായി. അതിനുശേഷമാണ് ഇവരാണ് പറഞ്ഞത്, അദ്ദേഹം സല്യൂട്ട് ചെയ്തിരുന്നു, ആകാശത്തേക്ക് നോക്കി സല്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിന് കിട്ടേണ്ട മെസ്സേജ് അവിടെ നിന്ന് കിട്ടി, റിസീവായി. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ 500 മീറ്റേഴ്സ്, അത് ഒരു പ്രശ്നമില്ല, എനർജി ലെവലേ മാറി അദ്ദേഹത്തിൻ്റെ. തിരിച്ചു വരുമ്പോൾ വേറൊരാളായിരുന്നു പെട്ടെന്ന്. അത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തു. എനർജി ഷിഫ്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാവുകയും പെട്ടെന്ന് ഈ ഒരു എനർജി അദ്ദേഹം സ്വീകരിക്കുകയും മാറുകയും ചെയ്തത് അതിശയമായി. ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരുന്ന വഴിയൊക്കെ, അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലിടാം, വ്ളോഗ് ഇടുന്നുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ പ്ലാന് മാറി, പെട്ടെന്ന് പ്ലാൻ ചേഞ്ചായി. ഭഗവാന്റെ തീരുമാനം ഒന്ന് കാണുന്നു. അതും പ്ലാൻ ചേഞ്ചായി എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കിന്നോർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയുണ്ടായി. അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഡയറക്റ്റ് കാണുന്നത് കിന്നോർ കൈലാഷാണ്. അപ്പോൾ അതും ഭഗവാന്റെ തീരുമാനമായിട്ട് രജിജി പറഞ്ഞു. അവിടെ എത്തിയിട്ട് ഒരു ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുകയുണ്ടായി. അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് നേരം അത് നോക്കിയിരിക്കാൻ പറ്റി. കിന്നർ കൈലാഷിൻ്റെ എനർജി കിട്ടാൻ തുടങ്ങി. അതൊരു യിങ് യാങ് പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. ശിവനും ശക്തിയും സംഗമിക്കുന്ന സ്ഥലം എന്നാണ് രജിജി പറഞ്ഞത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ഭയങ്കര ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഡ്യൂട്ടി മാത്രമാവും. അത് കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായി നമ്മളോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കും രജിജി എപ്പോഴും. പക്ഷേ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി മാത്രം. അത് എനിക്കും ഇപ്പോൾ സെറ്റായി. രണ്ടാമത്തെ ട്രാവലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ഇങ്ങനെയാണ് രജിജിയുടെ രീതി എന്നുള്ളത് മനസ്സിലായി. അതൊക്കെ
ശരിക്കും ഒരു ഫോർച്ചുനേറ്റായി തോന്നുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് എല്ലാവരോടും പറഞ്ഞോളൂ. ഞാൻ എന്നോട് കുറച്ച് പേര് ചോദിച്ചു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ, അപ്പോൾ ഞാൻ ഷെയർ ചെയ്തോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ പെർമിഷനൊക്കെ എടുത്തു. അപ്പോൾ അദ്ദേഹം ഷെയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ എല്ലാവർക്കും നമസ്കാരം, താങ്ക് യു.